എന്റെ പേര് ബിനു, ട്രിവാൻഡ്രത്താണ് വീട്. എയർപോർട്ട്സ് ജോലിയുള്ള സമയത്ത് എയർപോർട്ടിലുണ്ടായിരുന്ന ജോലിയാണ് ഒരു വ്യക്തി എന്നെ ആർസിഎമ്മിൽ എത്തിച്ചത്. ഞാൻ 1990 മൂർത്താറിനെ പരിചയപ്പെടുന്നത്, മാസം പറയുകയാണെങ്കിൽ മെയ് ലാസ്റ്റ് 1990 ഏപ്രിലാണ് എനിക്ക് ഗോരഖ്പൂരിലേക്ക് പോസ്റ്റിംഗ് കിട്ടുന്നത്. മെയ് ഞാൻ അവിടെ എത്തുമ്പോൾ മൂർസാറ് ലീവിലാണ്. ഞങ്ങൾക്ക് ഒരുമിച്ച് ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാനുള്ളത് കൊണ്ട് മൂർസാർ ലീവ് കഴിഞ്ഞ് തിരിച്ചു വരുന്നു. ജൂൺ ഞങ്ങളുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു. അന്ന് ഉള്ള പരിചയം നാളിതുവരെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് എനിക്ക് 2 ബ്രദേഴ്സാണ്. ഒരുപക്ഷെ അവരെക്കാൾ കൂടുതൽ ഞാൻ സ്ഥാനം കൊടുത്തിരിക്കുന്നത് മൂർസാറിനാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ ആർസിഎമ്മിൽ ജോയിൻ ചെയ്യാൻ സാധിച്ചത്. മറ്റൊരാളാണ് പറയുന്നെങ്കിൽ ഒരുപക്ഷെ ആർസിഎമ്മിൽ ഞാൻ ജോയിൻ ചെയ്യില്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞത് കൊണ്ട് നിവൃത്തിയില്ലാതെ ഞാൻ പണ്ട് പറയുന്ന എന്നെ അദ്ദേഹം പെടുത്തി എന്നാണ്. അതിനോടൊപ്പം രക്ഷ എന്ന വാക്ക് കുറെ നാളിന് ശേഷമാണ് ഞാൻ എഴുതി ചേർക്കുന്നത്. നമ്മളെ പലരെയും ഒരുപക്ഷെ ഇന്ന് ഇരിക്കുന്ന ഏകദേശം 400 കേൾക്കുന്നത് നിങ്ങളെ പലരെയും നിർബന്ധിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ള എന്തായാലും അങ്ങ് ചേർന്നേക്കാം, ഇനി പിന്നെ ശല്യം ഒഴിവാക്കില്ല എന്ന് വിചാരിച്ച് ജോയിൻ ചെയ്ത പലരുമാണ്. ശരിയല്ലേ? എന്നാൽ ഇന്ന് ആ കാലം മാറി, സാഹചര്യം മാറി. ഇന്ന് ഇങ്ങോട്ട് ആർസിഎമ്മിന്റെ സ്കോപ്പ് എന്താ ചോദിക്കാവുന്ന രീതിയിൽ ആൾക്കാർ വളർന്നു, അഥവാ സിസ്റ്റം നമ്മുടെ ആർസിഎം വളർന്നു. ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ വളർന്നിട്ടുണ്ട്. 2025 രൂപാന്തരം യാത്ര കഴിഞ്ഞപ്പോഴാണ് പലരും ചോദിച്ചു തുടങ്ങിയതാണ് സംഗതി കൊണ്ടാകുക. നമ്മൾ കണ്ടിരുന്നത് കഴിഞ്ഞ വർഷം ഗവൺമെന്റ് പോർട്ടൽ സ്റ്റാർട്ട് ചെയ്യും, അതിന്റെ വെബ്സൈറ്റ് രജിസ്ട്രേഷൻ ഉണ്ടാകും. ഇഷ്ടംപോലെ കമ്പനികൾ നമ്മുടെ ചുറ്റും പറയണമെങ്കിലുണ്ട്, ഇഷ്ടം പോലെ. എന്നാൽ തീരെ കുറച്ച് കമ്പനികൾ മാത്രമേ ഗവൺമെന്റ് വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ എന്നതാണ് വാസ്തവം. അത് നമുക്ക് ആകെ അറിയേണ്ട ഒരേ ഒരു കാര്യമാണ് ആർസിഎം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ആർസിഎം അതിന്റെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആർസിഎം രജിസ്റ്റർ ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഒബ്സർവേഷൻ, ഒരു 4 പോയിന്റ്സ് ഉണ്ടായിരുന്നു. ആ 4 പോയിന്റ്സിന്റെ ഒബ്സർവേഷനെ സംബന്ധിച്ച് ഞാൻ ആളിനെ വിളിച്ചിരുന്ന ആള് പറഞ്ഞു, യെസ്, നിങ്ങളെ ഒബ്സർവേഷൻസ് ക്ലിയർ ആക്കിയിട്ടുണ്ട്, ഇനി എന്ത് ചെയ്യുക, പ്ലീസ് വെയിറ്റ്. മറ്റുള്ള ആൾക്കാരുടെ രജിസ്റ്റർ ചെയ്യുന്നവർ നോക്കിയിരിക്കുകയാണ്. അപ്പൊ ആൾറെഡി ഒരു 4-5 കമ്പനി രജിസ്റ്റർ ഉണ്ട്. ആൾക്കോട്ട് രജിസ്റ്റർ ചെയ്യുമോ ചിലറിയതില്ല. രജിസ്റ്റർ ചെയ്യുന്ന കമ്പനികളെ പോലും ചിലപ്പോൾ റിജക്ട് ചെയ്യേണ്ട അവസ്ഥയിലാണ്. ഏതായാലും ഈ മാസം ലാസ്റ്റാണ് ടൈമെന്ന് അദ്ദേഹം പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്തുകൊണ്ടും തീരുമാനിക്കാം, നമ്മുടെ സംവിധാനം എങ്ങനെ നോക്കിയാലും എന്താ പറയാ, കംപ്ലീറ്റ് കാര്യങ്ങളെല്ലാം ശരിയായി ചെയ്യുന്ന ഒരു സിസ്റ്റത്തിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിച്ചു എന്നുള്ളതിൽ തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാം. 2006 ജോയിൻ ചെയ്തത് ഞാൻ 2011 ഈ സിസ്റ്റത്തിലേക്ക്, അഥവാ ആർസിഎമ്മിനെ എനിക്ക് സ്വീകരിക്കാൻ അവസരം കിട്ടിയത് 2011. സത്യം പറയുകയാണെങ്കിൽ പലരും അങ്ങനെയാണല്ലേ, ആർസിഎമ്മിൽ ജോയിൻ ചെയ്യുമെന്നല്ലാതെ എന്താണ് ആർസിഎം എന്ന് ശരിക്കും മനസ്സിലാക്കിയല്ല ജോയിൻ ചെയ്യുന്നത്. ഒരുപക്ഷെ ഒരാളിനുണ്ടാകുന്ന ചെറിയൊരു പ്രശ്നം അല്ലെ, എനിക്ക് പ്രഷർ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉണ്ട്. ഈവൻ ഞാനും വൈഫിന് കൊളസ്ട്രോൾ വന്നപ്പോഴാണ് എണ്ണയൊക്കെ ഉപയോഗിക്കാമെന്ന് തീരുമാനിച്ചത്. അതിനുശേഷം ആർസിഎമ്മിന്റെ സ്കോപ്പ് ശരിക്കും മനസ്സിലാക്കിയല്ല വന്നത്. ഞാൻ 2011 അല്ലെങ്കിൽ 2010 എന്റെ ജോലി റിസൈൻ ചെയ്യാൻ തീരുമാനിച്ച് വരുമ്പോൾ മൂർസാറിനോട് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് ആർസിഎമ്മിലൂടെ വരുമാനം കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരു മാസം എനിക്ക് പ്രതിമാസം വേണ്ടത്, അന്ന് ഞാൻ ചോദിച്ച 20 എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നത് ആർസിഎമ്മിലൂടെ ഒരു 50,000 രൂപ വരുമാനം കിട്ടുന്ന ഒരാളായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. സത്യമാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ മൂർസാറിനോട് എപ്പോഴെങ്കിലും സ്വകാര്യമായിട്ട് ചോദിച്ചാൽ അദ്ദേഹം ശരിക്കത് പറഞ്ഞു തരും. ഇന്ന് അദ്ദേഹം ചോദിച്ചൊരു വാക്കുണ്ട്, അപ്പൊ അതിന് മുകളിൽ വന്നാലോ? അപ്പൊ ഞാൻ ചിരിച്ചു. അതിന് മുകളിലൊക്കെ പൈസ കിട്ടുമെന്ന് മൂർസാർ വിചാരിക്കുന്നുണ്ടാ എന്ന രീതിയിൽ ചിരിച്ചു. കാരണം നമ്മൾ ആലോചിക്കുക അല്ലെ, നമ്മൾ കാണുന്നെങ്കിൽ ഞാനെന്നൊരു സാധാരണക്കാരൻ കണ്ടത് മുളക് പൊടി, മല്ലിപ്പൊടി, സോപ്പ്, വാഷിംഗ് പൗഡർ, പിന്നെ അന്ന് കുറച്ച് ഡ്രസ് ഐറ്റംസ് ഉണ്ടായിരുന്നു, ബെൽറ്റ്, പേഴ്സ്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വളരെ പണ്ട് മുതൽ ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്തായത് 2006 ഉണ്ടായിരുന്നു. അപ്പൊ കുറച്ച് പ്രൊഡക്റ്റുകൾ കൊണ്ട് ഒരു 50,000 രൂപ വരുമാനം കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു സാധാരണക്കാരൻ അതിൽ കൂടുതൽ ചിന്തിക്കില്ല എന്നതാണ് വാസ്തവം. അവിടെയാണ്
എന്താ പറയാ MLM അഥവാ പവർ നെറ്റ്വർക്കിംഗ് അല്ലെ 2011 ഞാൻ റിസൈൻ ചെയ്ത് വരുമ്പോൾ സന്തോഷ് സാറ് ഇതിന്റെ ഒരു സാധ്യത അല്ലെങ്കിൽ നെറ്റ്വർക്കിന്റെ സാധ്യത അഥവാ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ച്വൽ ജോലിയും ഇതിന്റെ സാധ്യത അദ്ദേഹം വരച്ചു കാട്ടുന്നു. അതിനുശേഷം മൂർത്തറ മനഃപൂർവ്വം എന്ന പല പ്രോഗ്രാമുകളിൽ പങ്കെടുപ്പിച്ചു. ഈ പ്രോഗ്രാമുകൾ പങ്കെടുത്ത് കഴിഞ്ഞപ്പോഴാണ് സത്യം പറയണമെങ്കിൽ, അതായത് നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ നമുക്ക് ആർക്കും പറഞ്ഞു തന്നാൽ ഒരിക്കലും നമുക്കത് മനസ്സിലാവത്തില്ല. അത് പറഞ്ഞു തരുന്ന ആളുടെ മിസ്റ്റേക്ക് അല്ല, കേൾക്കുന്ന ആൾക്കാരെ മിസ്റ്റേക്ക് അല്ല, നമ്മൾ തമ്മിലുള്ള റിലേഷൻ അങ്ങനെ ആയതുകൊണ്ട് ഒരിക്കലും ഒരുപക്ഷെ അദ്ദേഹം പറയുന്നത് നമുക്ക് സ്വീകരിക്കാൻ അല്ലെങ്കിൽ പറയുന്ന രീതിയിൽ ഉൾക്കൊള്ളാൻ മനസ്സുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ശരിക്ക് നിങ്ങൾക്ക് അല്ലെ ഒരാളിനെ ആർക്കും ശരിക്ക് ചെയ്യിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആദ്യം തീരുമാനമെടുക്കേണ്ടത് ഒരു 4-5 പ്രോഗ്രാം ഡിഫറെന്റ് വെറൈറ്റി അഥവാ വ്യത്യസ്തമായ പല പ്രോഗ്രാമുകളിൽ അവരെ കൊണ്ട് എത്തിക്കുക എന്നുള്ളത്. എന്നാൽ ആർസിഎമ്മിലെ ഏറ്റവും വലിയ ചലഞ്ച് എന്താണെന്ന് ചോദിച്ചാൽ ഒരാളിനാൽ പ്രത്യേകിച്ച് പുതിയ ആൾക്കാരെ കൊണ്ട് പ്രോഗ്രാമിൽ എത്തിക്കുക. ഈ മാസം ഒരു പ്രോഗ്രാം കിട്ടും, ഞങ്ങൾ പ്രോഗ്രാം പറയും, അപ്പൊ ചെറിയൊരു പ്രശ്നം പറയും, അടുത്ത ആഴ്ച പറയുമ്പോഴത്തേക്ക് അതിനേക്കാളും വലിയൊരു പ്രശ്നം പറയും, നെക്സ്റ്റ് മന്ത് പറയുമ്പം മറ്റൊരു പ്രശ്നം പറയും. നമ്മൾ ഉദ്ദേശിച്ച ഒരാളിന് സത്യം പറയുകയാണെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തിന് അവസരം കിട്ടുന്നുണ്ടെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് ജീവിതത്തിൽ അല്ലെ ആ ഒരു ജീവിത സാഹചര്യം മാറാൻ സമയമായിട്ട് ശരിക്ക് അത് മാറാൻ സമയമാകാത്തത് കൊണ്ടാണ് പല രീതിയിലും അദ്ദേഹത്തിന് തടസ്സങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. ഈ തടസ്സം മാറുന്ന എപ്പോഴാ? ആ നമ്മൾ പറയില്ലേ എല്ലാത്തിനും അതിൻ്റെതായ ടൈം ഉണ്ട്. ആ ടൈം പക്ഷേ ആ ടൈം എനിക്ക് തീരുമാനിക്കാം അല്ലെ. ഞാനെന്ന വ്യക്തി റെഡി ആണെങ്കിൽ എന്റെ ടൈം എനിക്ക് തീരുമാനിക്കാൻ സാധിക്കും. പക്ഷെ പലപ്പോഴും പലരും എന്ത് ചെയ്യും, ഇന്നത്തെ ചെറിയ ചെറിയ സാഹചര്യങ്ങളും അല്ലെ, ഇന്ന് പറയാൻ എനിക്ക് തയ്യലാണ്, തയ്യൽ കഴിഞ്ഞിട്ട് വേറെ സമയമില്ല. ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ അനുഭവിക്കുന്ന കുറെ കഷ്ടപ്പാടുകൾ, ആ കഷ്ടപ്പാടൊന്നും മാറി നിന്നാൽ അല്ലെങ്കിൽ സൈഡായിട്ട് ആർക്കും കൂടി ചെയ്ത് എപ്പോഴാണോ നമുക്ക് ആർക്കും കംഫർട്ടബിൾ നിങ്ങളെ തയ്യൽ നിർത്താം എന്ന് പറഞ്ഞാൽ അവർക്ക് എന്താ പറയാ, തയ്യൽ വിട്ടിട്ട് നമ്മളെ ഇന്ന് കഞ്ഞി കുടിക്കാൻ എനിക്ക് ശരിക്കും സാധിച്ചാലേ നാളെ ഞാൻ ജീവിച്ചിരിക്കൂ എന്നാണ് പലരും നമ്മളോട് തിരിച്ചു വയ്ക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ സ്കൂൾ ഫീസ്, മക്കളുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ലോൺ, ഇതെല്ലാം മുന്നിൽ കാണുമ്പോൾ എന്താ പറയാ, അവർ ചെയ്യുന്ന ചെറിയ ജോലി അതിന് വിട്ടു നിൽക്കാനുള്ളൊരു മാർഗം അവർ സ്വീകരിക്കുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എന്ത് വിധേനയും ഒരു പൊട്ടൻഷ്യൽ, അതായത് അവർക്ക് ആവശ്യമെന്ന് ഉറപ്പ് വന്നാൽ നമ്മൾ പിടിച്ചു വലിച്ച് ഹോളിൽ കൊണ്ടുപോകണം. ഹോളിൽ കൊണ്ടുപോയി വെറുതെ അവരിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ആ മീറ്റിങ്ങിൽ ശരിക്ക് അത് കേൾക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിന് ഇന്ന് കേരളത്തിൽ എല്ലായിടത്തും ഇഷ്ടം പോലെ സാഹചര്യമുണ്ട്. കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്രൂപ്പുകൾ ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാ സ്ഥലത്തും കിട്ടുന്ന പ്രോഗ്രാമുകൾ അഡ്വാൻസ് ആയിട്ട് തന്നെ അത് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഈ മാസം നടക്കാൻ പോകുന്ന വലിയ പ്രോഗ്രാം പറയുകയാണെങ്കിൽ ഈ മാസം 12-ാം തീയതി നമ്മളെടുത്ത് ഇവിടെ എന്താ പറയാ കിളിമാനൂരിൽ എമറാൾഡ് സുധാകർ സാറിന്റെ പ്രോഗ്രാം. ഈ മാസം 20-ാം തീയതി നമ്മുടെ കോട്ടയത്ത് റൂബി ഗിരീഷ് ചാലക്കുടി സാറിന്റെ പ്രോഗ്രാം. ഈ പ്രദേശത്ത് തന്നെ ഇഷ്ടംപോലെ പ്രോഗ്രാമുകൾ. അതോടൊപ്പം 12-ാം തീയതി കായംകുളത്ത് സ്റ്റാർ റൂബി സുജിത് സാറിന്റെ പ്രോഗ്രാം SNDP ഹാളിലുണ്ട്. അപ്പൊ ഈ പ്രോഗ്രാമുകളൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് നമ്മുടെ എന്താ പറയാ പ്രോസ്പെക്ട്സ്, നമ്മൾ ആരാണ് അദ്ദേഹം ശരിയായ വിധം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത്, അവരെ ആ ഹാളിൽ കൊണ്ട് ഇരുത്തിയാൽ നമ്മുടെ പണി 50% ആയി കഴിഞ്ഞു. പിന്നീടുള്ള 50% ഫോളോ അപ്പ് ആണ്. അടുത്ത പ്രോഗ്രാം ഇതുപോലത്തെ അടുത്ത പ്രോഗ്രാം എവിടെയാണ്? ഇപ്പൊ ഇവിടെ കിട്ടിയത് ഒരു പ്രൊഡക്റ്റ് ട്രെയിനിങ് ആണ്, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് അവയർനെസ് ആണെങ്കിൽ നെക്സ്റ്റ് സാധ്യത പറയുന്ന സ്ഥലത്ത് നമ്മൾ കൊണ്ടിരുത്താൻ മറക്കരുത്. അതല്ലെങ്കിൽ ചിലപ്പോൾ ചില ആൾക്കാർ എന്ത് ചെയ്യും, ഇതിന്റെ മറ്റു കാര്യങ്ങൾ എന്താണെന്ന് അവർ ഇഷ്ടപ്പെട്ട് ഇങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പണി പറഞ്ഞു. അപ്പൊ തീർച്ചയായിട്ടും ആർസിഎം എന്ന ഈ സിസ്റ്റം മനസ്സിലാക്കി എടുക്കാൻ കുറെ സമയം എടുക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരാൾ നമ്മൾ ജോയിൻ ചെയ്താൽ അവരെ നമ്മുടെ ഗ്രഹം അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിക്കേണ്ടത് എത്രയും വേഗം അദ്ദേഹത്തിന് ഈ ആർസിഎം എന്ന സിസ്റ്റം ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നു. അതിൽ വിജയിച്ചാലേ നമ്മുടെ പണി എന്താ പറയാ തുടങ്ങി എന്ന് പറയാൻ പറ്റും. എന്നെ കുറിച്ച് പറഞ്ഞാൽ 2006 ജോയിൻ ചെയ്തു. 2010 ഈ പറഞ്ഞ രീതിയിൽ ഞാൻ തീരുമാനമെടുത്തു. 2011 നാട്ടിലെത്തി. ജസ്റ്റ് ഒന്ന്
ഇനി എന്താ പറയുക, നമ്മുടെ റിവേഴ്സ് മോഡലിൽ പോയാൽ എളുപ്പത്തിലായിരുന്നു ഞാൻ എന്റെ കുറച്ചുകൂടെ ബെറ്റർ ലൈഫ് അല്ലെങ്കിൽ വരുമാനം കൂടുതൽ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ ഗൾഫിലേക്ക് പോകുന്നത്. അത്യാവശ്യം നല്ല ജോലിയൊക്കെ കിട്ടി, എല്ലാ സെറ്റപ്പുള്ള ജോലി, ഒരു പ്രശ്നമില്ല, ഡ്രൈവർ സഹിതം ഉണ്ടായിരുന്നു. ജോലി റിസൈൻ ചെയ്ത് പോകുമ്പോൾ പലരും എന്റെ ബന്ധുക്കൾ തന്നെ എന്നോട് ചോദിച്ചു, പറയില്ലേ നീ അല്ലെങ്കിൽ ഇങ്ങനെയാണ്, നീ രക്ഷപ്പെടത്തില്ല, കാരണം നിനക്ക് നല്ലൊരു ജോലി കോഴ്സിൽ കിട്ടി, നീ അത് കളഞ്ഞു, ഇപ്പൊ ഗൾഫിൽ നല്ല ജോലിയാണ് പലരും പറഞ്ഞു കേട്ടു, അതും കളഞ്ഞു കുളിച്ചു വന്നു. അപ്പൊ എന്താ പറയാ, നീ ഒരു കാരണത്തും രക്ഷപ്പെടില്ല എന്ന് പെട്ടെന്ന് ആൾക്കാർ നമ്മളോട് മുദ്ര വെക്കും. ഇത് കേട്ട് മോശമായി പോയല്ലോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. കാരണം ആർസിഎമ്മിന്റെ സിസ്റ്റം ഞാൻ ഇതിനേക്കാളും നല്ലൊരു കാര്യത്തിലാണ് എത്തിയിരിക്കുന്നത്. എന്താ ഇപ്പൊ നിനക്ക് എന്ത് കിട്ടും? ഗൾഫിൽ എത്ര ഉണ്ടായിരുന്നു? ഗൾഫിൽ എനിക്ക് 19,000 രൂപ 2011 കിട്ടുമായിരുന്നു. ഇതിൽ നിന്ന് എത്ര കിട്ടും? ഒരു 20-25 രൂപ കിട്ടുന്നുണ്ട്. ആഹാ, ഇനി ഇത് എന്നും കാണും, എത്ര നാളുകൾ ഇത് കാണും? ഇങ്ങനെയുള്ള ഉഡായിപ്പ് കമ്പനികൾ 2-3 വർഷത്തിൽ കൂടുതൽ കാണത്തില്ല. എന്റെ വൈഫിന്റെ ഫ്രണ്ടിന്റെ ഹസ്ബൻഡ്, പുള്ളിക്കാരൻ പോലീസാണ്, കടയ്ക്കവർ പറഞ്ഞ സ്ഥലത്താണ് അവരുടെ വീട്, പക്കം കടയ്ക്കവർ കേട്ടിട്ടുണ്ടാവും. അതിനടുത്താണ്. അദ്ദേഹം എന്നോട് പറഞ്ഞ് 3 വർഷത്തിൽ കൂടുതൽ ലൈഫ് ഉണ്ടെങ്കിൽ അതിന് ശേഷം എന്നെ ഒന്ന് വിളിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. കാരണം അത്രയ്ക്ക് കോൺഫിഡൻസ് ആണ് ആൾക്കാരൊക്കെ. ഇഷ്ടം പോലെ കമ്പനികൾ മുളച്ചു വരും. 6 മാസം 1 വർഷം നമ്മള് കോഴിക്കോടുള്ള വേണുഗോപാൽ സാറിനോട് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞു തരും. ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ച് അവർക്കറിയാം ഇങ്ങനെയുള്ള ആൾക്കാരെ ചേർക്കുന്ന സിസ്റ്റങ്ങൾ വരും. അവര് കുറച്ച് നാൾ ഉണ്ടാവും നമ്മളോടൊപ്പം, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവരുണ്ടാവില്ല, പിന്നെ പുതിയ പേരിൽ. പണ്ട് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ കൂടി എന്താ പറയാ അതിന്റെ അന്വേഷണം അല്ലെങ്കിൽ അതിനെ കുറിച്ച് അറിയാൻ ആഗ്രഹിച്ചാണ്. ഓരോ പ്രാവശ്യവും വെളിച്ചെണ്ണകൾ, മായം കലർന്ന വെളിച്ചെണ്ണകൾ എന്ത് ചെയ്യുന്നത് സർക്കാർ ബാൻ ചെയ്യും. 13 കമ്പനി 12 കമ്പനി ഇങ്ങനെയൊക്കെ മോശമായ വെളിച്ചെണ്ണ ഉത്പാദിപ്പിക്കുന്നവരെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എന്ത് ചെയ്യുന്നു, അവർ റെയ്ഡ് നടത്തി മോശമായ എണ്ണ ഉത്പാദനം ഉള്ളത് കൊണ്ട് ആ എണ്ണ സഹിതം എന്ത് ചെയ്യുന്നു, അവര് ക്ലോസ് ചെയ്യും. അപ്പൊ ഞാൻ ഇവർക്ക് ഈ ഫാക്ടറി ഇത്രയും വലിയ സെറ്റപ്പ് ഇടുമ്പോഴത്തേക്ക് പിന്നെ ഒരു പ്രശ്നമില്ല, ക്ലോസ് ചെയ്യുന്നു. 2-3 ദിവസം കഴിഞ്ഞ് അവര് APR എന്നാണ് കൊടുത്തിരുന്നെങ്കിൽ APR എന്ന് പേരാക്കുന്നു, അല്ലെങ്കിൽ NP എന്നാക്കുന്നു, അല്ലെങ്കിൽ SKM എന്നാക്കുന്നു. ഒരു പേര് ചേഞ്ച് മാത്രം വരുത്തി അതേ സാധനം അടുത്ത മാർക്കറ്റിംഗ് എന്താ പറയാ ഒരു അഡ്രസ്സോട് കൂടി നമ്മുടെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് നമ്മുടെ ഇതില്ലേ. ഇതെല്ലാം ആർക്കറിയാം? ഈ പോലീസ് സംവിധാനങ്ങൾക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് അവരും വിചാരിച്ചത് ആർസിഎം എന്ന് പറഞ്ഞ ഈ സിസ്റ്റം കുറച്ചുനാൾ ഉണ്ടാവും, അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഉണ്ടാകും. ഇനി 2011 ഞാൻ എത്തി. ആർസിഎം ചെയ്യാൻ എടുത്ത തീരുമാനം ശരിയാണോ ഇല്ലയോ നമുക്കൊന്ന് പരിശോധിച്ചിട്ട് മുന്നോട്ട് പോകും. 2011 ഗൾഫിൽ ഏകദേശം 60,000 രൂപ വാങ്ങുന്ന ആള് ഇന്ന് 2026 അവിടെ നിന്നിരുന്നെങ്കിൽ ഏകദേശം 1.5 ലക്ഷം രൂപ വരുമാനം വാങ്ങുന്ന ഒരാളായിട്ട് ഞാൻ ഖത്തറിൽ ജീവിക്കും. ശരിയല്ലേ? അറിയാം, 2020 ആ സമയത്ത് നമുക്ക് കൊറോണ വന്നു. കൊറോണ നമുക്ക് കുറച്ച് തിരിച്ചറിവുകൾ തന്നു. എന്താണ്? ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ രോഗപ്രതിരോധ ശക്തി നമുക്ക് വേണമെന്ന് പല ആൾക്കാരും അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിന് അറിയാം എന്നൊരവസ്ഥയിലേക്ക് വന്നു. അതിനു മുമ്പ് ആരും അതിനെക്കുറിച്ച് കാര്യമായിട്ട് ചിന്തിച്ചിരുന്നില്ല. നമ്മൾ കേട്ടിട്ടുണ്ട്, എത്ര സമ്പത്തുണ്ടെങ്കിലും നമുക്ക് ആരോഗ്യം. ഖത്തറിൽ നിന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ എന്റെ കയ്യിൽ ബാങ്ക് ബാലൻസ് ഒക്കെ ഉണ്ടായേനെ, അല്ലേ? എന്നാൽ എനിക്ക് ഉറപ്പാണ് എന്റെ കൂടെ അല്ലെങ്കിൽ ഖത്തറിലുണ്ടായിരുന്ന പലരെയും ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്. ഞങ്ങളൊക്കെ പറഞ്ഞിട്ട് പോലും പലരും എന്ത് ചെയ്തില്ല, ഇതൊന്നും കൂട്ടാക്കിയല്ല. ഇപ്പോഴ് 2-3 പേര് നാട്ടിലുണ്ട്. അവർ പറഞ്ഞ് ഒരാളിന് ഭയങ്കര ഷുഗറാണ്, നമ്മൾ ആ മൾട്ടിഗ്രെയിൻ ഗോതമ്പ് പൊടിയൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നു, ഒരുവിധം കൺട്രോളായി. മറ്റൊരാൾ പറഞ്ഞതൊന്നും കേൾക്കാൻ തയ്യാറല്ല, കാരണം നിന്നെ പോലെ ഇങ്ങനത്തെ ഉഡായിപ്പൊന്നും കൊണ്ട് ജീവിക്കാൻ പറ്റില്ലെന്നാണ് അവർ പറയുന്നത്. നമ്മുടെ സുഹൃത്തുക്കളെ ഇങ്ങനെയാണല്ലേ? അപ്പൊ പിന്നെ നമുക്ക് പറയാൻ നിന്റെ വിധി എന്ന് മാത്രമേ നമുക്ക് അവരോട് പറയാൻ പറ്റുള്ളൂ, വേറൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ പറഞ്ഞത്, ഞാൻ ഒരുപക്ഷെ ഖത്തറിലായിരുന്നുവെങ്കിൽ പ്രഷറിനും ഷുഗറിനും കൊളസ്ട്രോളിനും ഒക്കെ മരുന്ന് വാങ്ങുന്ന അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗം കൂടി എന്നോടൊപ്പം ഉറപ്പായിട്ട് ജീവിക്കും. എനിക്ക് ധൈര്യമായിട്ട് പറയാൻ സാധിക്കും, കഴിഞ്ഞ മാസം അതായത് ഡിസംബറിൽ ചെക്ക് ചെയ്യുമ്പോൾ കൊളസ്ട്രോൾ 176 ടോട്ടൽ കൊളസ്ട്രോൾ. ഷുഗർ 74 ഫാസ്റ്റിങ്ങിൽ 76 ഫാസ്റ്റിങ്ങിലും 84
എന്താ പറയുക PP ഈ ഈ ഒരു സത്യം ആലോചിച്ച് നോക്കുക. നമുക്ക് ആരോഗ്യം എന്നൊരു അറിവ് ആർക്കും തന്നു. ആരോഗ്യം എന്നൊരു അറിവ് മാത്രമല്ല, എനിക്ക് ആരോഗ്യം തരാൻ സാധിച്ചത് ഞാൻ അഭിമാനത്തോട് പറയും, മറ്റാരുടെയും കാര്യം പറയേണ്ട കാര്യമില്ല. ഞാൻ എന്ന വ്യക്തിക്ക് ആരോഗ്യത്തിനെ കുറിച്ചുള്ള അറിവ്, തിരിച്ചറിവ് നമ്മൾ എന്താ പറയുക, ഡൂസ് ആൻഡ് ഡോൺസ് എന്നുള്ള ഒരു പ്രിൻസിപ്പിൾ നമ്മളെ പഠിപ്പിച്ച, ആദ്യാക്ഷരം പഠിപ്പിച്ചത് ആർജ്യമാണ്. അത് ഏറ്റവും വലിയ സമ്പത്താണ് അല്ലെ. നമ്മളെ സംബന്ധിച്ച് എന്ത് കിട്ടുന്നേക്കാൾ കൂടുതൽ പ്രധാനമാണ് നമ്മൾക്ക് ആരോഗ്യം കിട്ടുന്നത്. അപ്പൊ ആർസ്യം എന്ത് തരുമെന്ന് വെച്ചാൽ ധൈര്യമായിട്ട് നമുക്ക് പറയാം, ആർസ്യം ആരോഗ്യം തരും. ഈ ആരോഗ്യം തരുമെന്നുള്ള ധൈര്യം എവിടെന്നാ കിട്ടുന്നത്? എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ ഇതിന്റെ അനുഭവം വരുമ്പോൾ കമ്പനി നമ്മളോട് പറയുന്നു യൂസ് ദ പ്രൊഡക്റ്റ് ദെൻ പ്രൊമോട്ട്. നമ്മൾ ഇത് അനുഭവിച്ചാൽ മാത്രമേ നമ്മളിത് പ്രൊമോട്ട് ചെയ്യാവൂ. അല്ലാതെ വെറുതെ മിയർ ആയിട്ടല്ല വരേണ്ടത്. നമ്മുടെ അനുഭവം അല്ലെ, നമ്മൾ ശരിയായ കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന വ്യക്തികളായിട്ട് മാറും എല്ലാ അർത്ഥത്തിലും. ശരിക്ക് എന്താണ് അവിടെ ചേഞ്ച് നടക്കുന്നത്? ഞാനെന്ന വ്യക്തി മാറുകയാണ് ചെയ്യുന്നത്. നമ്മൾ അറിയാതെയാണ്. പലരും ആലോചിച്ച് നോക്കുക, ഇന്നിപ്പോ സൂമിലിരിക്കുന്നവർ അതിരാവിലെ എന്തുകൊണ്ടാണ് റെഡിയായിരിക്കുന്നത്? മറ്റൊന്നുമല്ല, നമുക്കറിയാം നമ്മളുടെ ഒരു മാറ്റം, അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ലവരാവാൻ അല്ലെ, നമ്മളുടെ പ്രഭാവ വലയം സൃഷ്ടിച്ചു കഴിഞ്ഞു. അത് നമ്മൾ അറിയുന്നില്ല, അത് ക്രിയേറ്റ് ആകുന്ന വളരെ സ്ലോയിലാണ് ആ ചേഞ്ച് നടക്കുന്നത്. നമ്മൾ വന്ന മാറ്റം നമ്മൾ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട കുറച്ചു പേരെ അറിഞ്ഞുള്ളൂ, മറ്റുള്ള ആൾക്കാരെ അറിഞ്ഞില്ല. അതുകൊണ്ടാണ് ഷുഗറിനെ കുറിച്ച്, ഡയബറ്റിക്കിനെ കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ അവര് നിങ്ങളുടെ മനസ്സിൽ ചിരിക്കും. ഇവൻ എന്താ പറയാ, മെഡിക്കൽ ഷോപ്പ് നടത്താൻ അല്ലെങ്കിൽ തയ്യൽ തൊഴിലാളിയാണ്, കെട്ടിട തൊഴിലാളിയാണ്, നീ ഒക്കെ തേപ്പ് പണി ചെയ്യാൻ അറിയാം, ഷുഗറിന്റെ കാര്യം എന്നോട് പറയല്ലേ മോനെ എന്ന് അവർ ചിരിക്കുന്നത്. ഇത്രയും നല്ല പ്രോഡക്റ്റ് നമ്മൾ സെയിൽ ചെയ്യുമ്പോഴും സത്യത്തിൽ എന്താ പറയാ, നമ്മളോട് പിന്നെ എന്നുള്ള ഒരു അർത്ഥത്തിലാണ് അവര്. ഇതാണ് അവരുടെ അപ്രോച്ച്. ഇതൊരിക്കലും അവരുടെ മിസ്റ്റേക്ക് അല്ല. കാരണം ഇതിനു മുമ്പ് നമുക്ക് കിട്ടിയ പല അനുഭവങ്ങൾ ഞാൻ പറഞ്ഞല്ലേ, കുറച്ച് MLM-കള് അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികളും ഇങ്ങനെ ഉണ്ടായിട്ട് കുറച്ച് കമ്പനികളൊക്കെ വരുന്നു പോകുന്നു. അതിൽ ഒരെണ്ണമായിട്ടാണ് കണ്ടിരിക്കുന്നത്. എനിക്ക് ക്ലോസ് ആയിട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു അഡ്വൈസ് തന്നിട്ടുണ്ട്. നിങ്ങൾ എണ്ണയൊക്കെ വിൽക്കുന്നുണ്ടല്ലേ? അതെ. അപ്പൊ സൂക്ഷിക്കണം, ഒരു 5-6 മാസം മാത്രമേ അതുകൊണ്ട് മുന്നോട്ട് പോകാവൂ. അത് കഴിയുമ്പോഴത്തേക്ക് പോലീസിന്റെ അന്വേഷണം വരും, സൂക്ഷിച്ചു പോകണം എന്നൊരു അഡ്വൈസ് മറ്റാരുമില്ല. ഉണ്ടായിരുന്ന SNDP-യുടെ സെക്രട്ടറിയാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു. ഞാൻ ചോദിച്ചു അതെന്താ അങ്ങനെ പറയാൻ കാരണം വെച്ച് പറഞ്ഞ, ആറ്റിങ്ങിൽ ഇവിടെ 2-3 പ്രാവശ്യമായിട്ട് എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന ആൾക്കാർ പെട്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പെട്ടുപോകാതിരിക്കാൻ സൂക്ഷിക്കണം. അപ്പൊ ഇതാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്നും ആ പിക്ചർ. 2025 രൂപാന്തരം യാത്ര കഴിഞ്ഞപ്പോൾ പല ആൾക്കാരിലും ഒരു ചെറിയ മാറ്റമുണ്ട്. ആ മാറ്റം ശരിയായ വിധം നമ്മളാണ് ഇനി പ്രവർത്തിക്കേണ്ടത്. ഇത് 2026 EC നമ്മളോട് പറഞ്ഞ സ്വസ്ഥ ക്രാന്തി അഭയാണ് അല്ലെ. നമ്മൾ ഇനി ആദ്യം ഞാൻ എന്ന വ്യക്തി എന്റെ ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കുക, അതോടൊപ്പം എന്റെ സമൂഹത്തിനും ആരോഗ്യത്തിൽ എന്താ പറയാ വലിയ പ്രാധാന്യം കൊണ്ടുവരാൻ. നമുക്ക് നമ്മളൊക്കെ പറഞ്ഞ അതേ ആപ്തവാക്യം രാവിലെ 6:30 മണിക്കുള്ള ഗുരുകുലത്തിലും മറ്റുമായിട്ട് TC നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു നല്ല വ്യക്തിയായിട്ട് എങ്ങനെ പരിണമിക്കണം, ഈ കാര്യങ്ങളാണ്. ഈ സിസ്റ്റത്തിലല്ല ഒരാള് അല്ലെങ്കിൽ ഞാനെന്ന വ്യക്തി ഒരു കുറച്ചുകൂടി നല്ലൊരാളാകുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഞാനല്ലേ സന്തോഷിക്കണ്ടേ, വേറെ ആരും സന്തോഷിക്കണ്ട. ഞാൻ നന്നാവുന്നതിൽ ഞാൻ സന്തോഷിക്കുക. കാരണം ഒരു അച്ഛനും അമ്മയ്ക്കും നല്ല മക്കള് അല്ലെ, നല്ല ക്വാളിറ്റി ഉള്ള നല്ല ക്യാരക്ടറുള്ള മക്കളെ നമുക്ക് കിട്ടുമെങ്കിൽ അതാണ് നമുക്ക് ഏറ്റവും നല്ലത്. അപ്പൊ ഈ RTMലേക്ക് ഒരാൾ ജോയിൻ ചെയ്താൽ തീർച്ചയായിട്ടും ഓർക്കുക, അവരുടെ സഹോദരങ്ങളായാലും അവരുടെ പാരന്റ്സ് ആയാലും ഓർക്കേണ്ടത് നല്ല വ്യക്തിയാവാൻ അവൻ തയ്യാറായി എന്നതാണ് ഒന്നാമത്തെ കാര്യം. ഇനി 2, അപ്പൊ RTMൽ വന്നു, ആരോഗ്യമൊക്കെ മെച്ചപ്പെട്ടു, വരുമാനവും ഒരു സംശയം വേണ്ട. ഞാൻ ഇന്ന് ഖത്തറിലായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞു ഏകദേശം 1.5 ലക്ഷം വാങ്ങുന്ന ഒരാളായിട്ട് ഖത്തറിൽ ജീവിച്ചേന്. അതിന്റെ ഡബിളിനേക്കാൾ കൂടുതൽ വരുമാനം വാങ്ങുന്ന ഒരാളായിട്ട് എനിക്ക് ഈ രാവിലെ നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും പവർ ഓഫ് RTM.
എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. കാരണം ഞാൻ ഈ പറയുന്നത് വെറുതെ അല്ല. ഞാൻ ആരോടും സാധാരണഗതിയിൽ നേട്ടത്തിന് വേണ്ടിയിട്ട് ഒന്നും പറഞ്ഞു പോകാറില്ല. പറയുന്ന കാര്യങ്ങൾ 100% സത്യസന്ധത പുലർത്തിയേ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പറയുന്ന കാര്യങ്ങൾ എന്നും ആരോട് വേണമെങ്കിലും നമുക്ക് പറയാൻ സാധിക്കും. ആരെടുത്തും നമുക്ക് മടുക്കി നിൽക്കേണ്ട കാര്യമില്ല. അതാണ് ഈ സിസ്റ്റം. തീർച്ചയായിട്ടും ഈ സിസ്റ്റത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ സന്തോഷ് സാർ മാത്രമല്ല, സുഭാഷ് സാർ കണ്ണൂർ, അദ്ദേഹം ശരിക്കും പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പ്ലാൻ പ്രസന്റേഷനിലൂടെയാണ് ഞാൻ എന്താ പറയാ മാർക്കറ്റിംഗ് പ്ലാൻ പഠിച്ചത്. ശരിക്ക് എന്താ പറയാ ഇൻഡയറക്ട്ലി മൂർത്താർ സഫേർ സിആർ മൂർത്താർ ചെയ്തൊരു പണിയുണ്ട്. കുറച്ച് സി ഡി കാസറ്റുകൾ തന്നു. അന്ന് നമുക്ക് എന്താ പറയാ പി സി ഡി എന്നൊക്കെ പറഞ്ഞ സമയങ്ങൾ DVD ഒക്കെ ഉള്ള സമയമാണ്. അന്ന് എനിക്കൊരു കാർ ഉണ്ടായിരുന്നു, മാരുതി 800 KL1B2323, സോറി ബി അല്ല G2323 എന്ന നമ്പറായിരുന്നു. എന്റെ വൈഫ് കളിയാക്കുന്ന രീതിയുണ്ട്. ചില സമയത്ത് അത് ഗസറിലൊക്കെ വീഴുമ്പോൾ പാട്ട് സോൾട്ട് ആൻഡ് പെപ്പർ സിനിമയുടെ കാറെന്നാണ് അവൾ പറയുന്നത്. ചിലപ്പോഴും അങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാനൊരു പുതിയ കാറിനെ കുറിച്ച് എനിക്ക് ഇമാജിൻ ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യം നമുക്കറിയാം അല്ലേ. നമ്മളൊരു ജോലി കഴിഞ്ഞ് റിട്ടയർമെന്റ് എടുക്കുമ്പോൾ നമ്മുടെ വരുമാനം കുറയുന്നു. ആ ലിമിറ്റഡ് വരുമാനത്തിൽ നിന്ന് നമ്മൾ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ ഫിനാൻഷ്യലി നമ്മൾ സെക്ടർ അല്ലെങ്കിൽ ആവശ്യത്തിന് പൈസ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ടെൻഷൻ, രോഗങ്ങളൊക്കെ നമ്മുടെ കൂടെയാണ്. എന്നാൽ ഇതിനൊക്കെ ഒരു ശാന്തി, സമാധാനം കിട്ടിയത് ആർസിഎം എന്ന സിസ്റ്റത്തിൽ. ഇന്ന് രാവിലെ ഫെബ്രുവരി 7 ഈ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് ധൈര്യമായിട്ട് പറയാം, ഞാൻ വേറെ ഏത് ജോലി ആയിരുന്നെങ്കിലും ഏത് സംവിധാനമായിരുന്നെങ്കിലും ഒരിക്കലും എന്റെ ജീവിതത്തിൽ ഈ രീതിയിൽ ഇന്ന് കാണുന്ന ഒരു അഭിവൃദ്ധിയും ഇന്ന് കാണുന്ന രീതിയിലുള്ള തിരിച്ചറിവുകളും ഒരിക്കലും ഉണ്ടാവുമായിരുന്നു. എനിക്ക് 100% ഉറപ്പുള്ള കാര്യമാണ്. അത്രയ്ക്ക് നല്ല രീതിയിൽ ഒരു അടിമുടി മാറ്റം എന്റെ ജീവിതത്തിൽ വരാൻ ഈ സിസ്റ്റം എന്നെ സഹായിച്ചു. ഈ സിസ്റ്റം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, തീർച്ചയായിട്ടും ഒത്തിരി ആൾക്കാരുമായിട്ട് എനിക്ക് അസോസിയേറ്റ് ചെയ്യാനും, ഈ പറഞ്ഞില്ലേ നമ്മുടെ സുജിത് സാറാണെങ്കിലും കോഴിക്കോടുള്ള മറ്റു ലീഡേഴ്സിനെ ആയാലും എല്ലാവരും പരിചയപ്പെടാൻ ഈ സിസ്റ്റം ആർസിഎം എന്ന ഫാമിലി എന്ന്. ഡോക്ടർ രാജൻ സാറിന് എനിക്ക് പരിചയം ഉണ്ടായിരുന്നു. എവിടെ എയർപോർട്ട് വെച്ച് ഞങ്ങൾ കുറച്ചുനാൾ ഒരേ ഓഫീസിൽ അപ്പുറം ഇപ്പുറമുള്ള ഓഫീസ്, ഒരേ സ്ഥാപനത്തിൽ അപ്പുറം ഇപ്പുറമുള്ള ഓഫീസുകളിൽ ഞങ്ങൾ ജോലി ചെയ്തിരുന്നു. ഒരു റൂമിന്റെ അപ്പുറം തൊട്ടപ്പുറം. എങ്കിലും അന്നത്തെ ഈ ഫ്രണ്ട്ഷിപ്പ് ഒത്തിരി ഇതായില്ല. എന്നാൽ ആർസിഎം എന്ന സിസ്റ്റമാണ് വീണ്ടും നമ്മൾ ഒരുമിച്ച് കണ്ടുമുട്ടുന്നതും എന്റെ മകളെ അങ്ങോട്ട് അയക്കാൻ സാധിച്ചതും ഒരുപക്ഷെ ആർസിഎം എന്ന ഈ സിസ്റ്റത്തിലൂടെയാണ്. വളരെ സന്തോഷത്തോടെ, ഏറ്റവും അഭിമാനത്തോട് പറയും, അഭിമാന മുഹൂർത്തമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു പാരന്റിന്റെ കൺസേൺ എന്താ, ഏറ്റവും അനുയോജ്യമായ മകൾക്ക് അല്ലെങ്കിൽ മകന് അനുയോജ്യമായ ഒരു പാർട്ണറെ റെഡിയായി കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും ആർസിഎം എനിക്ക് എന്ത് തോന്നിച്ചാൽ ഇതെല്ലാം സാധിച്ചു തന്ന ഈ സിസ്റ്റം ആണ് ആർസിഎം എന്ന് ഞാൻ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരുപക്ഷെ പലപ്പോഴും ഞാൻ ആലോചിക്കും, 2006 നൂർ സാറിനോട് ഞാനന്ന് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരുപക്ഷെ നൂർ സാർ എന്നാ പിന്നെ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഞാൻ ഒരുപക്ഷെ ആർസിഎം എന്ന സിസ്റ്റത്തിൽ ഉണ്ടാവില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഒരുപക്ഷെ ഒരാള് രക്ഷപ്പെടണമെന്ന് നിങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ അദ്ദേഹം എത്രയൊക്കെ എതിർത്താലും അദ്ദേഹത്തെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുക. 1, 2 അല്ലെങ്കിൽ 3 പ്രാവശ്യം കഴിഞ്ഞിട്ടെങ്കിലും അദ്ദേഹം ജോയിൻ ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എന്റെ റിലേറ്റീവ്സിനോട് ഞാൻ ആദ്യം ആർസിഎം പറഞ്ഞപ്പോൾ അവർ പലരും വേണ്ട അല്ലെങ്കിൽ ഇത് ശരിയല്ല എന്നെ ഉപദേശിച്ച ആൾക്കാരൊക്കെ ഇന്ന് നമ്മുടെ ചുറ്റും അല്ലെങ്കിൽ ആർസിഎമ്മിൽ മെമ്പർഷിപ്പ് എടുക്കാൻ തയ്യാറായി പലരും മെമ്പർഷിപ്പ് എടുത്തു എന്നതാണ് വാസ്തവം. അപ്പോ ഒരല്പം ക്ഷമയുണ്ടായി നമ്മൾ കാത്തിരുന്നാൽ എവരിതിങ് ഈസ് പോസിബിൾ. നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്, തീർച്ചയായിട്ടും നിങ്ങളെ ആഗ്രഹം ജെന്യൂൻ ആണെങ്കിൽ ആർസിഎം എന്ന സിസ്റ്റം അത് നടത്തി തരും എന്ന കാര്യത്തിൽ യാതൊരു സംശയം നമുക്കിതിലും കൂടുതൽ എന്ത് വേണം. ഇനി 2011 ഞാൻ ഇവിടെ വരുമ്പോഴുള്ള സാഹചര്യം പറയുകയാണെങ്കിൽ ആർസിഎമ്മിന്റെ ഹബ്ബ് അല്ലെങ്കിൽ ആർസിഎമ്മിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് അവർ പറയും കോഴിക്കോടാണ്. ഞാൻ പല പ്രാവശ്യം കോഴിക്കോട് മീറ്റിങ്ങിലൊക്കെ പോയിട്ടുണ്ട്. എന്റെ ആഗ്രഹം വളരെ ചെറിയൊരു ആഗ്രഹമാണ്.
ആർസിഎമ്മിന്റെ ആസ്ഥാനം കോഴിക്കോട് എന്ന് പറയുന്നത് മാറിയിട്ട് ആർസിഎമ്മിന്റെ ആസ്ഥാനം ട്രിവാൻഡ്രത്തേക്ക് കൊണ്ടുവരണം എന്നതാണ് എന്റെ ലക്ഷ്യം. ട്രിവാൻഡ്രത്ത് ഇതുവരെ എന്ത് തുടങ്ങിയിട്ടില്ല, ആർസിഎം കാര്യമായിട്ട് തുടങ്ങിയിട്ടില്ല. ഞാനും എനിക്ക് പരിചയമുള്ള കുറച്ച് പേരും, അല്ലെങ്കിൽ ട്രിവാൻഡ്രം സിറ്റിയിൽ കുറച്ച് മറ്റ് ടീം അല്ലെ, അങ്ങനെ കുറച്ച് പേരുണ്ടെങ്കിലും ഇതുവരെ നമ്മൾ മറ്റുള്ള ആൾക്കാരുടെ ചലഞ്ച് ചെയ്യാവുന്ന രീതിയിലേക്ക് എത്തിയിട്ടില്ല. ഇനി ഇന്ന് പറയുന്നു ഇത് 2026 2027 നമ്മൾ ഫെബ്രുവരിയിൽ ഇങ്ങനെ കേൾക്കുകയാണെങ്കിൽ നമുക്ക് കേൾക്കാൻ സാധിക്കും ഏറ്റവും കൂടുതൽ ബിസിനസ് സാധ്യത, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബിസിനസ് ചെയ്യുന്ന ഡിസ്ട്രിക്ട് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തൃശ്ശൂരല്ല, കോഴിക്കോടല്ല, അല്ലെ, കോട്ടയം അല്ല, കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. സോ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്ഥലം ട്രിവാൻഡ്രമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ തുടക്കം എന്ന രീതിയിൽ അടുത്ത മാസം ട്രിവാൻഡ്രം സിറ്റിയിൽ നമ്മൾ ULP കൊണ്ടുവരികയാണ്. അപ്പൊ ട്രിവാൻഡ്രത്ത് സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അതെ, ഇപ്പൊ തെക്കൻ കേരളം പിന്നിലാണ്, സംശയമൊന്നുമില്ല. ഇപ്പൊ ഒന്നുമായിട്ട് തെക്കൻ കേരളത്തിൽ. ഇനി അടുത്ത ഒരു സൂചന, ഇന്ന് 2 ഷോപ്പുകളാണ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് കൊല്ലത്തിൽ. ഒന്ന് കൊല്ലം ഡിസ്ട്രിക്റ്റിലാണ്, ഒന്ന് കൊട്ടാരക്കരയും ഒന്ന് പെരുമൺ, കുണ്ടറയ്ക്ക് അടുത്തുള്ള സ്ഥലമാണ് പെരുമൺ. അപ്പൊ ഈ പെരുമ്പ ഈ രണ്ട് ഷോപ്പും ഇന്നാണ് ഇനോഗ്രേഷൻ. കൊട്ടാരക്കര ഞാൻ പങ്കെടുക്കുന്നുണ്ട്, അവിടെ നമ്മുടെ ധനമന്ത്രിയാണ് എത്തുന്നത് ഉദ്ഘാടകനായിട്ട്. ആലോചിക്കുക, അവര് ജസ്റ്റ് ഇങ്ങനെ കാര്യം പറഞ്ഞപ്പോൾ ആള് വളരെ താല്പര്യത്തോടെ ഞാൻ ഉദ്ഘാടനം ചെയ്തോട്ടെ എന്ന് ചോദിക്കണം, പെരുമ്പുഴ. ഓക്കെ, ആലോചിക്കുക. നാളെ KSRTC വിരമിച്ച ആളുടെ ഒരു വലിയ ആഗ്രഹം, അദ്ദേഹം എന്റെ വീട്ടിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ അപ്പുറത്ത് നഗരൂർ എന്ന സ്ഥലത്ത് ഒരു സൂപ്പർ അടിപൊളി, ഇന്നലെ ഞാൻ ആ ഷോപ്പിൽ പോയി ഫോട്ടോ ഒക്കെ എടുത്തിരുന്നു, ഒരു അടിപൊളി ഷോപ്പ്. ആ ഷോപ്പിന്റെ ആദ്യത്തെ ഷേപ്പ് കണ്ടപ്പോൾ ഇങ്ങനെ രൂപാന്തരം കൊണ്ടുവന്ന് വിചാരിച്ചില്ല. നല്ലൊരു ഷോപ്പ്, അത് 8-ാം തീയതി നമ്മുടെ സഫയർ CRN മൂർത്താർ എന്ന് ഉദ്ഘാടനം ചെയ്യുന്നു. ഇനി എന്താ പറയാ, തൃശ്ശൂരിൽ പലരും വെയിറ്റിംഗ് ആണ്. എന്താ പറയാ, ലീഡേഴ്സിന്റെ ഡേറ്റ് കിട്ടിയിട്ട് വേണം അവർക്ക് ഇനോഗ്രേഷൻ. ഒരു 5-ലധികം ഷോപ്പുകൾ ആൾറെഡി അപ്രൂവ്ഡ് ആണ്, ഫണ്ടെല്ലാം അടച്ച് റെഡിയായി ഇരിക്കുകയാണ്. അത് ചില ഷോപ്പുകളിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു, അല്ലെ, ഇഷ്ടം പോലെ ഷോപ്പുകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയം. ഇതിലൊക്കെ ഏറെ സന്തോഷം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സഞ്ജു സാറിന് കഞ്ഞിക്കുഴി ഷോപ്പുള്ള സമയത്തെ ഞാൻ കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പാലക്കാട് നിന്നും 3 ഇത് ഇന്നലെ ഹേമന്ത് സാർ ചാറിന്റെ പോലെ പറഞ്ഞു, ഉദ്ഘാടനങ്ങൾ ഇങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കേരളത്തിലെ ആൾക്കാർ ആർസിഎം കാര്യമായിട്ട് സ്വീകരിച്ചു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കേരളത്തിൽ മാത്രമല്ല, അല്ലെ, കേരളത്തിൽ മാത്രമല്ല നമ്മൾ ഉദ്ഘാടനം ചെയ്യേണ്ടത്, നമ്മുടെ ബിസിനസ് അടുത്ത സ്ഥലത്തേക്ക്, അടുത്ത സ്ഥലം എന്ന് പറയുമ്പോൾ അടുത്ത സ്റ്റേറ്റിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കണം. ഇതിനേക്കാൾ കൂടുതൽ സ്കോപ്പ്, നമുക്ക് വലിയ സ്കോപ്പാണ് നമ്മളെ മുന്നിൽ നമ്മൾ നോക്കിയാൽ കാണാൻ സാധിക്കുന്നത്. മറ്റൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിൽ, അതായത് ഞാൻ 2011 തുടങ്ങുമ്പോൾ ട്രിവാൻഡ്രത്ത് ശരിക്കും പറഞ്ഞാൽ ഉണ്ടായിരുന്ന ഷോപ്പ് ഉണ്ടോ വെച്ചാൽ സിറ്റിയിൽ ഒരു ഷോപ്പ്, മറ്റു 3-4 ഷോപ്പുകളൊക്കെ അടഞ്ഞുപോയി. എന്റെ വീട്ടിനടുത്തുള്ള കിളിമാനിലുള്ള ഷോപ്പ് ഉണ്ടായിരുന്നില്ല. 1, 2 അല്ലെങ്കിൽ 3 ഷോപ്പുകൾ മാത്രമാണ് ട്രിവാൻഡ്രത്ത് ഉണ്ടായിരുന്നത്. ഇന്ന് നമ്മളൊന്ന് സംശയിച്ച ധൈര്യമായിട്ട് കൊടുക്കാൻ ഇഷ്ടംപോലെ നമ്പറുകൾ, വെഞ്ഞാറമൂടോ ആറ്റിങ്ങലോ വർക്കല മാത്രമേ നമുക്ക് ഇതുവരെ ഷോപ്പ് ആയിട്ടില്ല. അങ്ങനെ എന്നാൽ ഏകദേശം ഒരാളുടെ പ്രോഡക്റ്റ് വാങ്ങണമെങ്കിൽ ഷോപ്പിന്റെ ലഭ്യത ഉണ്ട്. ഒരു ചെറിയ ഷോപ്പും വലിയ ഷോപ്പും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട്, പുള്ളിക്കാരത്തിന്റെ മകൾ എറണാകുളത്താണ്, ട്രിവാൻഡ്രത്തായിരുന്നു അവര് താമസിക്കുന്നത്. അന്ന് അവിടെ എന്താ പറയാ, കരമനയല്ല, കുമാരപുരത്തുള്ള ഷോപ്പിൽ ഒരു ദിവസം, അതായത് കൊറോണ സമയത്താണ്, ഇങ്ങനെ 1-2 പ്രാവശ്യം പ്രൊഡക്റ്റ് വാങ്ങാൻ മകൾക്കും മകനും ഒക്കെ പ്രോട്ടീനും ഇതെല്ലാം വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പൊ ആകെ കണ്ടേക്കുന്നത് ഒരു കാറിന്റെ എന്താ പറയാ, കാർപോർച്ച്, ഒരു വീടിന്റെ കാർപോർച്ചിൽ അറേഞ്ച് ചെയ്തൊരു ഷോപ്പാണ് അവരുടെ മനസ്സിൽ കണ്ടിരിക്കുന്ന ആർസിഎം. അപ്പൊ എറണാകുളത്ത്
മാമിന്റെ വണ്ടർ വേൾഡ് വന്നതിന് ശേഷം ഞാൻ ആ വീഡിയോ അയച്ചു കൊടുത്തു, ലൊക്കേഷനും മേടിച്ചു കൊടുത്തു. എന്താ പറയാ, ഈ എന്റെ ഫ്രണ്ടും മകളും കൂടി ആ ഷോപ്പിൽ പോയി. ആ ഷോപ്പിൽ പോയിട്ട് മകള് പറഞ്ഞ്, ശരിക്കും പറഞ്ഞാൽ ആർത്തി വന്ന് ആദ്യം ഞാൻ കേട്ടപ്പോൾ ട്രിവാൻഡ്രത്ത് കണ്ടു കണക്കത്തെ ഷോപ്പുകൾ മാത്രമേ ഞാൻ മനസ്സിൽ കണ്ടുള്ളൂ. ഒരു ഷോപ്പ് കാണിക്കുമ്പം അമ്മ ആ അങ്കിളിനോട് പറയണം, മിനിമം ഇതുപോലെ ഷോപ്പ് നമുക്ക് കാണിച്ചു തരാം. നമ്മൾ ഓർക്കുക, ആർസ്യം ഉൾക്കൊണ്ട ഒരാളിനെ സംബന്ധിച്ച് നമുക്കറിയാം, എങ്ങനെയുള്ള ചെറിയ സംവിധാനത്തിൽ നിന്ന് പ്രൊഡക്റ്റ് കിട്ടിയാലും അത് ആർസ്യം ഉൽപ്പന്നമാണ്, നല്ലതാണ്. എന്നാൽ പുതിയ ഒരാൾ കാണുമ്പോൾ ഒരു വലിയ ഷോപ്പ്, അല്ലെ, എല്ലാ രീതിയിലും ഉള്ള പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ നല്ല രീതിയിൽ നൈസ്ലി അറേഞ്ച് ചെയ്തേക്കുന്ന ഒരു വലിയ ഷോപ്പ് കണ്ടാൽ അവരുടെ, നമ്മൾ പറയില്ലേ, രീതി അത് മാറണമെങ്കിൽ വലിയ ഷോപ്പ് നമ്മൾ കാണുകയും മറ്റുള്ളവരെ കൊണ്ട് കാണിക്കുകയും ചെയ്യും. ഇപ്പൊ എറണാകുളം വരെയൊക്കെ ഈ പറഞ്ഞ എറണാകുളം, ആലുവ, എറണാകുളത്ത് ഒരു എക്സ്പീരിയൻസ് സെന്റർ വന്നു കഴിഞ്ഞ വർഷം. ഇപ്പൊ എറണാകുളം വരെ വലിയ ഷോപ്പുകൾ വന്നു. അതിനുശേഷം ഷോപ്പിലായിരിക്കുമ്പോഴാണ് കഴിഞ്ഞ മാസം, അതായത് ജനുവരി 26 കഴിഞ്ഞതിന് മുമ്പത്തെ മാസം അടൂരിൽ ഒരു വണ്ടർ വേൾഡ് വരുന്നു. അടൂരിൽ വണ്ടർ വേൾഡ്, അപ്പോ അടൂര് വരെ ആയി. ഇനിയും കാത്തിരിക്കുന്ന ട്രിവാൻഡ്രത്തെയാണ്. കോട്ടയം ആൾറെഡി പ്രപ്പോസൽ ഉണ്ടായിരുന്നു. അപ്പൊ കാണാം, സന്തോഷ് സാറിന്റെ നേതൃത്വത്തിൽ സഞ്ജു സാറ് അടിപൊളിയായിട്ട് ഒരു ഷോപ്പ് ഞാൻ അതിനെക്കുറിച്ച് ഒന്ന് രണ്ടു പേരെടുത്ത് വിളിച്ച് ചോദിച്ചിരുന്നു. കഴിഞ്ഞ മാസമേ സന്തോഷ് സാർ പറഞ്ഞു, ഫെബ്രുവരി 11 ഒന്ന് നോട്ട് ചെയ്യോ. ഞാൻ പറഞ്ഞു, എന്ത് പറ്റി സാർ? അല്ല, കോട്ടയത്ത് ഒരു വണ്ടർ വേൾഡ് വരും. അതായത് എന്റെ ഫസ്റ്റ് ഇൻഫർമേഷൻ അതിനെ കുറിച്ച്. അതിന് മുമ്പ് വണ്ടർ വേൾഡിനെ കുറിച്ച് ഇങ്ങനെ ഒരു വണ്ടർ വേൾഡ് റെഡി ആവുന്നുണ്ടെന്ന് അറിഞ്ഞല്ലാതെ. അപ്പൊ ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും സാർ. ഇങ്ങനെ അന്ന് തന്നെ എന്റെ ഡയറി ഫെബ്രുവരി 11 കോട്ടയം വണ്ടർ വേൾഡ് എന്ന് നോട്ട് ചെയ്തു. എന്താ കാരണം? നമ്മൾ ആലോചിക്കുക, ഒരു വലിയ ഷോപ്പിൽ, അതായത് ഒരു പുതിയ ആള് ആർസ്യം കാണുന്നത്, ആർസ്യമിന്റെ ബിൽവാര എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഷോപ്പാണ്. വലിയൊരു ഷോപ്പിലാണ് നമുക്ക് കൊണ്ടുപോയി ഒരാളിനെ പരിചയപ്പെടുത്താൻ സാധിക്കുന്നെങ്കിൽ ഒരു സംശയം വേണ്ട, അവരുടെ ആ ആർസ്യമിനെ കുറിച്ചുള്ള ധാരണ, ഐഡിയ എന്ന് പറയുന്നത് വലിയ നല്ലതാണ്. എന്നാൽ അത്യാവശ്യം ചെറിയൊരു ഷോപ്പ്, അല്ലെ, സാധനങ്ങൾക്കൊരു ചെറിയ ഷോപ്പിൽ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവര് നമുക്ക് നിനക്ക് എന്താ പറയാനുള്ളത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യും, കഴിയുന്നതും അവിടെ നിന്ന് സ്കൂട്ട് ചെയ്യും. ഇനി കോട്ടയംകാരെ സംബന്ധിച്ച്, കോട്ടയംകാരെ മാത്രമല്ല, കോട്ടയത്തിന്റെ പ്രത്യേകത എന്താ? നമ്മൾ അക്ഷര നഗരി എന്ന് പറയും, അല്ലെ. കോട്ടയക്കാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, സാധാരണ ഒരാളിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അല്പം സൗത്തും സെൻട്രൽ കേരളമായിട്ട് നോക്കുമ്പോൾ യാത്രാ സൗകര്യങ്ങളും എല്ലാ രീതിയിലും എത്തിച്ചേരാൻ സൗകര്യമുള്ള സ്ഥലമാണ് കോട്ടയം. പണ്ട് കോട്ടയം വഴി മാത്രമേ നമുക്ക് ട്രെയിൻ സൗകര്യം ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് അത് ആലപ്പുഴ വഴി ഒരു ചെറിയ ഷോർട്ട് കട്ട് കിട്ടിയത്. അപ്പോൾ കോട്ടയത്തിന്റെ പ്രത്യേകത, നമുക്ക് എത്തിപ്പെടാൻ എല്ലാ രീതിയിലും സൗകര്യമുള്ളത്. എന്നാൽ മറ്റുള്ള ഒന്നും പറയേണ്ട, ഏറ്റവും നല്ല ഹാർട്ട് ഓഫ് ദ സിറ്റിയിലാണ് ഈ എക്സ്പീരിയൻസ് സെന്റർ, വണ്ടർ വേൾഡ് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരം. സഞ്ജു സാറിനെ കുറിച്ച് 2 വാക്ക് പറയുകയാണെങ്കിൽ, സാറിനെ സംബന്ധിച്ച് ഒരുപക്ഷെ ഈ സിസ്റ്റം സ്വീകരിച്ചെങ്കിലും ആള് ഇന്നും ഏറ്റവും കൂടുതൽ സർവീസ് കൊടുക്കുന്നത് ആ ഷോപ്പിന്റെ കാര്യത്തിൽ. അദ്ദേഹം ടീമെന്നോ മറ്റു കാര്യങ്ങളോ ഒന്നും ശ്രദ്ധിക്കാതെ, നമ്മൾ പറയില്ലേ, നല്ല രീതിയിൽ, ഞാനിത് വെറും വാക്കുകൾ പറയില്ല, എന്റെ 1-2 എക്സ്പീരിയൻസുകൾ കൊണ്ടാണ് പറയുന്നത്. എന്റെ ടീമിലുള്ള ഒരാൾ അവിടെ ചെന്ന് എണ്ണ എക്സ്പോർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ, സാധാരണ ഷോപ്പുകാരനെ നിങ്ങളെ ലീഡറോട് വിളിച്ച് ചോദിച്ചോളൂ, അവരതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തത്. സഞ്ജു സാറ് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് അതിനുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ സഞ്ജു സാറും കൂടി തയ്യാറായി എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞു. അപ്പൊ നമ്മളെ അപ്രോച്ച് എന്തായിരിക്കണം? നമ്മൾ കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ, ഒരു കസ്റ്റമറാണ് കടയിൽ വരുന്നതെങ്കിൽ, നമ്മുടെ പെരിമിറ്റിൽ വരുന്നതെങ്കിൽ, അവർക്ക് വേണ്ട നല്ല സർവീസാണ് കൊടുക്കുന്നതെങ്കിൽ അവരെന്ത് പറയും? നല്ല ഷോപ്പാണ്, അവിടെ വീണ്ടും പോകണം. അതുവഴി പോകുമ്പോൾ കഴിയുമെങ്കിൽ അവരോട് റിപ്പീറ്റ് ചെയ്ത് കയറും. നമുക്ക് അതിന് സാധിക്കണം. നമ്മുടെ ഷോപ്പിനെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് നമുക്ക് പെട്ടെന്ന് കിട്ടിയതെങ്കിലും തീർച്ചയായിട്ടും നമ്മളെ, അല്ലെങ്കിൽ
എന്റെ ഒരു ടീമിൽപ്പെട്ട ഒരാളാണ് അവിടെ പോകുന്നതെങ്കിൽ അവർ എന്നെ വിളിച്ചത്. അപ്പൊ ഏറ്റവും നല്ല കസ്റ്റമർ ഫ്രണ്ട്ലി ആയ, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ ആർട്ടിമിൽ വരുന്ന ആൾക്കാർക്ക് നല്ല സർവീസ് കൊടുക്കുന്ന ഒരു ആളാണ് നമ്മുടെ സഞ്ജുനാഥ് സാർ. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അദ്ദേഹം ഈ തുടങ്ങുന്ന സംരംഭം ഒരു സംശയമില്ല, നമുക്ക് ഇത് ഇന്ന് ഞാൻ ഈ പറയുന്ന വെറും വാക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. കോട്ടയത്തിന്റെ അഥവാ ഒരുപക്ഷെ ഇന്ന് കേരളത്തിൽ നടക്കുന്ന വണ്ടർ വേൾഡുകളിൽ ഏറ്റവും നല്ല വണ്ടർ വേൾഡ് ആയിട്ട് ഉയരും നമ്മുടെ കോട്ടയത്തെ വണ്ടർ വേൾഡ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്റെ ഇനോഗ്രേഷൻ എന്നാണ്, 11-ാം തീയതിയാണ്. നല്ല തിരക്കായിരിക്കും. പക്ഷെ എന്ത് തിരക്കുണ്ടെങ്കിലും ശരി, ഞാനെന്ന വ്യക്തി അല്ലെ, നമ്മൾ അവിടെ ഉണ്ടാകണം അല്ലേ? ശരിയല്ലേ? എത്ര തിരക്കുണ്ടെങ്കിലും നമുക്ക് പോകാതിരിക്കാൻ പറ്റുമോ? നമ്മൾ ഉണ്ടാവണം. ഒപ്പം പറയില്ലേ, ഇടതുവശത്തും വലതുവശത്തും ഓരോ ആളിനെ കൂടി നമ്മൾ സംഘടിപ്പിച്ച് അവിടെ കൊണ്ട് ചെന്ന് അത് ആ ടോപ്പ് എന്താണെന്ന് അന്ന് തന്നെ കാണിച്ചു കൊടുക്കും. കാരണം ഈ പറഞ്ഞ ഇന്നോവേഷൻ ഡേയിൽ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് വളരെ വലുതാണ്. കോട്ടയത്തെ സംബന്ധിച്ച് നല്ല രീതിയിൽ ബിസിനസ് നടക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് കോട്ടയം. നമുക്കവിടെ കോട്ടയത്തെ കാറമ്പാട് ബാബു സാറിന്റെ ടീമാണ് പരമാവധി ഉള്ളത്. ഒപ്പം എമ്പാട് സുഭാഷ് സാറുണ്ട്. മറ്റ് എല്ലാവരും കോട്ടയത്തുണ്ടെങ്കിലും പറഞ്ഞ അവരുടെ നേതൃത്വത്തിൽ നല്ല രീതിയിൽ ബിസിനസ് നടക്കുന്ന ഈ ഒരു സ്ഥലത്ത് തീർച്ചയായിട്ടും അവരുടെ അല്ല, ആരുടെ വേണമെങ്കിലും ബിസിനസ് ഉയർത്താൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു ഷോപ്പ് കിട്ടുമ്പോൾ നമ്മൾ അവിടെ എത്തി. ആദ്യം ചോദിക്കേണ്ടത് എത്ര മണിക്കാ, സമയം ചോദിക്കുക. സമയത്തിന് 1 മണിക്കൂർ മുമ്പ് തന്നെ അവിടെ എത്തുക. ഒന്ന് കണ്ട് ഇനോഗ്രേഷനിൽ പങ്കെടുക്കാൻ നമുക്ക് സാധിക്കണം. തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മുടെ കിങ് മേക്കർ അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും അപ്ലൈനായ റൂബി ഗോപകുമാർ സാർ എത്തുന്നുണ്ട്, ഡോക്ടർ PR മൂർ സാറുണ്ട്, സുജിത് സാറുണ്ട്. എന്തൊരു ഭാഗ്യമാണ് കോട്ടയംകാരെ സംബന്ധിച്ച്. എല്ലാ ലീഡേഴ്സിനെയും ഒരുമിച്ചൊന്ന് കാണാൻ പറ്റുന്ന ഒരു ഉത്സവം, ഒരു ആഘോഷം ആണ് RCMകാരെ സംബന്ധിച്ച്. അല്ലെങ്കിൽ കോട്ടയത്ത് നടക്കുന്ന ഒരു പൂരമാണ് 11-ാം തീയതി. 11-ാം തീയതി 10 മണിക്ക് ഉദ്ഘാടനം നടക്കുന്ന ഈ ഉദ്ഘാടന വേളയിൽ നമ്മൾ ഓരോരുത്തരും തീർച്ചയായിട്ടും അവിടെ പ്രസന്റ് ആയിരിക്കണം. എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് പ്രസന്റ് ആവാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ പരിചയക്കാരെ ഉറപ്പായിട്ട് അവിടെ കൊണ്ട് എത്തിക്കാനുള്ള ശ്രമം നമ്മൾ ചെയ്യണം. ഈ പറഞ്ഞില്ലേ, ഇതിന് മുമ്പ് ജോയിൻ ചെയ്തിട്ട് കാര്യമായിട്ട് പ്രൊഡക്റ്റ് ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ ടെർമിനേഷൻ ആയി കിടക്കുന്ന ID ഇന്നേ ഒരു മെസ്സേജ് കൊടുക്കുക, 11-ാം തീയതി ഒന്ന് ഫ്രീ ആവുക, നമുക്ക് കോട്ടയത്ത് വെച്ച് കാണണം എന്നൊരു മെസ്സേജ് കൊടുക്കുക. അവരെ കോട്ടയത്ത് കൊണ്ടുവരിക. അവരെ ID റീആക്ടിവേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു അവസരമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തീർച്ചയായിട്ടും ഈ നമ്മൾ ചെയ്യേണ്ട ആകെ പ്രവൃത്തി എന്താ? ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം. വലിയ വലിയ മീറ്റിങ്ങുകൾ നമ്മൾ കൊണ്ടിരുത്തിയാൽ നമുക്കല്ല, അവരുടെ സ്വിച്ച് ഓപ്പറേറ്റ് ആണ്. വലിയ ഷോപ്പ് കാണുമ്പോൾ അവർ പറയാം, ഇത്രയും വലിയ ഷോപ്പൊക്കെ നടത്തിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ചെറിയ ചെറിയ ഷോപ്പുകൾ കണ്ട ഒരാളിനെ സംബന്ധിച്ച് വലിയൊരു ഷോപ്പ് കാണുമ്പോൾ ഒരു വേറിട്ട എക്സ്പീരിയൻസ് ആയിരിക്കും. അവിടുത്തെ പർച്ചേസ് കാണുമ്പോൾ മറ്റുള്ള ആൾക്കാരൊക്കെ ഉള്ളിൽ നിന്ന് ഒരു പർച്ചേസ് ചെയ്യാനുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ അവരുടെ നല്ല ഇൻട്രസ്റ്റോടു കൂടി ആ ഷോപ്പിനെ കൈകാര്യം ചെയ്യും, പർച്ചേസ് ചെയ്യും. കോട്ടയത്തിനെ സംബന്ധിച്ച് നല്ല പറയേണ്ടത്, നമ്മളെ സംബന്ധിച്ച് നമുക്ക് കിട്ടിയേക്കുന്ന ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ് ഈ മാസം 11-ാം തീയതി ഇനോഗ്രേഷൻ ചെയ്യുന്ന നമ്മുടെ കോട്ടയത്തെ വണ്ടർ വേൾഡ്. തീർച്ചയായിട്ടും ഉറപ്പുള്ള കാര്യമാണ്, ഞാൻ എന്റെ ടീമിനോടൊപ്പം ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും കരുതണം. വളരെ സൗകര്യമാണ്. എസ്പെഷ്യലി സാർ സെലക്ട് ചെയ്ത ട്രിവാൻഡ്രത്ത് നിന്ന് ഞങ്ങളൊക്കെ യാത്ര ചെയ്യുമ്പോൾ എത്താവുന്ന സ്ഥലത്ത് KSRTCയിലേക്ക്, അതായത് ഇവിടെ നിന്ന് പോകുമ്പോൾ എന്താ പറയാ, പുളിഞ്ചോടിന് തൊട്ട് ഭീമ ജ്വല്ലറിയുടെ അടുത്ത് അവര് രമ്യ തിയേറ്ററിന്റെ അടുത്തായിട്ടാണ് ഈ ഷോപ്പ് വരുന്നത്. വളരെ സൗകര്യമാണ്. 1 ഡേ ആണെന്നുള്ളൊരു പ്രശ്നമുള്ളൂ. 2-3 വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞ് ഏകദേശം പ്രൊഡക്റ്റുകളൊക്കെ എത്തിക്കഴിഞ്ഞു. ഇനി അറേഞ്ച്മെന്റ്സ് ഒക്കെയാണ് ചെയ്യേണ്ടത്. ഒരു വൻ ശേഖരണത്തോടു കൂടി, സംശയമൊന്നും വേണ്ട, നാളെയും മറ്റന്നാളോട്ടൊക്കെ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ പ്രതീക്ഷിക്കാം. കാരണം അതിന്റെ വർക്കിലാണ് നമ്മുടെ സന്തോഷ് സാർ ആളുടെ വീടൊക്കെ വിട്ട് കോട്ടയത്താണ് താമസിക്കുന്നതെന്നാണ് ഞാൻ അറിയുന്നത്. കാരണം സാർ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞത്,
റൂമിൽ ഇരിക്കുവാണ് എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ എവിടെയല്ല, പത്തനംതിട്ടയിലല്ല, കോട്ടയത്ത് തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മുടെ നമ്മുടെ ഒരു പെർമനന്റ് അല്ലെങ്കിൽ ഒരു ഷോപ്പ് തുടങ്ങുന്നെങ്കിൽ ഒരിക്കലും ഒരാളിന്റെ മാത്രം ചുമതലയിലല്ല, അല്ലെ, ഒരാളിന്റെ മാത്രം ഭാരമായിട്ട് മാറുന്നില്ല. നമ്മുടെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ ലീഡേഴ്സും അസോസിയേറ്റ്സും എല്ലാവരും കൂടെ ചേർന്ന് ഒരു ആഘോഷമാക്കി മാറ്റുകയാണ് ഒരു ഷോപ്പ് ആയാലും പോലും. എത്ര നല്ലൊരു ഫാമിലിയിലാണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ഫാമിലിയിലെ ഒരു ചെറിയ ഇവന്റ് ആണ് 11-ാം തീയതി. ആ ഇവന്റിൽ ആര് പങ്കെടുക്കണം? നമ്മൾ പറയില്ലേ, നൂലുകെട്ട് അല്ലെങ്കിൽ ചോറ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പല വിശേഷ ദിവസങ്ങളിൽ ഒരു വിശേഷ ദിവസമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. നമ്മൾ എല്ലാവരും കൂടെ കോട്ടയത്തെത്തി നമുക്ക് വീണ്ടും ഒന്ന് കാണാനൊക്കെ ഉള്ള അവസരമാണ്. ഇല്ലേ വിനോദ് സാറെ? തീർച്ചയായിട്ടും സാറിനെ കണ്ടിട്ട് കുറച്ച് ദിവസമായി. നമ്മൾക്ക് എവിടെ കാണാം? കോട്ടയത്ത് കാണാം. ജാനകി മാഡം കോട്ടയത്ത് കാണാം, അല്ലേ? ശരിയല്ലേ? കോട്ടയത്ത് എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം കണ്ടത് തീർച്ചയായിട്ടും വീണ്ടും കാണാം, നമുക്ക് കാണണം. കാരണം നമ്മളൊരു ഫാമിലിയാണ്. ഫാമിലിയുടെ പ്രത്യേകത എന്താ? ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, അല്ലെ? അല്ലാതെ ഫാമിലിയാണ്, റിലേറ്റീവ് ആണ് നമ്മൾ 35 വർഷത്തിന് ശേഷം സഹോദരങ്ങൾ തമ്മിൽ നേരിട്ട് കണ്ടാൽ എന്ത് അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിലും ഓക്കെയാണ്, കുഴപ്പമില്ല. പക്ഷെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല, കട്ടായി കടന്ന് 35 വർഷം ഞാൻ നിന്റെ അനിയനുണ്ടോ? ഇന്നത്തെ അവസ്ഥ അതാണ്. എന്നാൽ ആദ്യംകാരെ സംബന്ധിച്ച് നല്ലൊരു ഫാമിലിയാണ്. കാരണം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. കമ്മ്യൂണിക്കേഷൻ, കീപ് യുവർ കമ്മ്യൂണിക്കേഷൻ സ്ട്രോങ്. ഏറ്റവും നല്ല സിസ്റ്റത്തിൽ നമ്മൾ എത്തിയിരിക്കുന്നത്. ഈ സിസ്റ്റത്തിൽ എത്താൻ സാധിച്ചതിൽ വലിയൊരു ഭാഗ്യം ചെയ്ത ആളായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഞാൻ വേണ്ടെന്ന് വെച്ചിട്ട് പോലും എന്റെ സുഹൃത്തായ സഫീർ പിയാറൻമൂർ സാറ് എന്നെ പെടുത്തിയെന്നാണ് വീണ്ടും പറയുന്നത്, അല്ലെ? എന്നെ രക്ഷപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി ഈ സിസ്റ്റത്തിലേക്ക് എന്നെ കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ എന്റെ സ്ഥിതിയിൽ അടിമുടി മാറ്റം കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചു എന്നതിൽ ഒരു സംശയമില്ല. കാരണം നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമ്മുടെ സമൂഹം അംഗീകരിക്കും. ഇന്ന് പലരും എപ്പോഴും വീട്ടിൽ കാണും, ബിനു എപ്പോഴും വീട്ടിൽ കാണും, ഞാൻ വൈകുന്നേരത്തോ നാളെയോ അങ്ങോട്ടോ ആ രീതിയിൽ അപ്പോയിന്റ്മെന്റ് ചോദിക്കാവുന്ന രീതിയിലേക്ക് എനിക്കൊരു മാറ്റം തരാൻ സാധിച്ചത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ സമൂഹത്തിൽ അല്ലെങ്കിൽ എന്റെ ചുറ്റുമുള്ള ആൾക്കാര് എന്നെ ഒന്ന് അംഗീകരിക്കാൻ തുടങ്ങിയത് സത്യത്തിൽ ആർക്കുമ്മിൽ വന്നതിന് ശേഷമാണെന്ന് എനിക്ക് ഉറപ്പായിട്ട് പറയുന്നത്. തീർച്ചയായിട്ടും ഈ സിസ്റ്റത്തിനോട് എനിക്ക് വലിയ എന്താണ് പറഞ്ഞറിയിക്കാൻ കൂടുതൽ കടമ എനിക്കുണ്ട്. പ്രത്യേകിച്ചും എന്നെ ആർക്കെങ്കിലും കൊണ്ടുവന്ന്, അല്ലെ, നമ്മൾ ഓരോരുത്തരും ഓർക്കണം, ഇന്ന ആള് മുഖാന്തരം ഒരുപക്ഷെ അദ്ദേഹം ഇന്ന് സിസ്റ്റത്തിൽ ഇല്ലെങ്കിലും അദ്ദേഹം മറ്റെന്തെങ്കിലും നെറ്റ്വർക്ക് ചിലപ്പോൾ തേടി പോയി കാണും. അതിന്റെ മിസ്റ്റേക്ക് അല്ല, അദ്ദേഹത്തിന്റെ ആ സാഹചര്യം ശരിക്കുള്ള ശരിയായ അറിവ് അദ്ദേഹത്തിന് കിട്ടാത്ത ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ്. സോ നമുക്ക് ലെറ്റ് us see on 11th at കോട്ടയം. നമുക്ക് എല്ലാവർക്കും കോട്ടയത്ത് കാണാം എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ നിർത്തുവാണ്. താങ്ക് യു സന്തോഷ് സർ.